ഹലോ മുത്തുമണികളെ, നമ്മളിന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ആട്ടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഉള്ളി നമ്മളിട്ട് വാട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളി വാട്ടാൻ എളുപ്പത്തിൽ നമുക്ക് വേണ്ട പരിപാടി വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വാടിയെടുക്കാൻ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. അതിന് നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ നമ്മളേക്ക് ഇടാനുള്ള മസാലകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തക്കാളി ഇട്ടിട്ട് കുറച്ച് നേരം വാടാം. അപ്പോൾ തക്കാളി നമ്മളിട്ട് അടിപൊളിയിൽ നല്ല ചുവറ്റി വാട്ടിയെടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് മുളകും പൊടി, അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ സംഗതി അടിപൊളിയാവും. എന്നിട്ട് കുറച്ച് മസാല നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതവുകൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്ത് നമ്മൾ അടി പിടിക്കാതെക്കാൻ വേണ്ടി കുറച്ച് നേരം ഇളക്കി കൊടുത്ത് നിർത്തി തീ നമ്മൾ കുറച്ച് അതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് സോയാ സോസും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാപ്സിക്കം ഇട്ട് നമ്മൾ അതിന് ശേഷം കുറച്ച് ഇളക്കി കൊടുത്ത് കുറച്ച് വാടിയതിന് ശേഷം നമ്മൾ ചിക്കന് നമ്മൾ അതിക്കൊണ്ട് എറിഞ്ഞു കൊടുക്കുക. ചിക്കൻ ഇട്ട് നമ്മൾ കുറച്ച് മസാല കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് തീ കൂട്ടി കൊടുക്കണം കേട്ടോ.
പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കട്ടോ. കുറച്ച് കരിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറി മൂടി വെച്ച് ചിക്കൻ കറി ഏകദേശം അടിപൊളിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വളർത്തി നമ്മൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.